ഗോപൻ സ്വാമിയുടെ രാസപരിശോധനാ ഫലം എത്രയും വേഗം ലഭിക്കുന്നതിനായി പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 3 ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് പോലീസ് രാസപരിശോധനയ്ക്കായി ആന്തരികാവയവം അയച്ചിട്ടുള്ളത്. ഈ മരണകാരണം രോഗം കൊണ്ടാണോ എന്നറിയുന്നതിലേക്ക് വേണ്ടി, മറ്റൊന്ന് ശ്വാസം മുട്ടിയോ ഉള്ളിൽ എന്തെങ്കിലും വസ്തുക്കൾ പോയാണോ മരണപ്പെട്ടത് എന്നറിയുക, മറ്റൊന്ന് വിഷം കഴിച്ചാണോ അല്ലെങ്കിൽ വിഷമുള്ളിൽ ചെന്നാണോ മരിച്ചത്, ശ്വാസം മുട്ടി കൊലപ്പെടുത്തിയതാണോ എന്നൊക്കെ ഉൾപ്പെടെയുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിലേക്കായിട്ടാണ് പോലീസ് കെമിക്കൽ പരിശോധനയ്ക്കായി അവയവം അയച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നമ്മൾ അതായത് എങ്ങനെയാണോ അച്ഛൻ സമാധി ആയത് മുതലുള്ള കാര്യങ്ങൾ, അത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ തുടക്കം മുതലേ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ റിപ്പോർട്ടിലും വന്നിട്ടുള്ളത്. അല്ലാതെ ശക്തിപൂർവമായിട്ട് നമ്മൾ പിടിച്ചിരുത്തിയതായിട്ടോ ഒരിക്കലും ഇല്ല. അച്ഛൻ നടന്നു വന്നിരുന്ന് തന്നെയാണ് സമാധിയായത്. ആ സമാധി എങ്ങനെയായിരുന്നു ആദ്യം പറഞ്ഞ സമാധിയുടെ രീതി? അത് ഞാൻ ആദ്യം എങ്ങനെ പറഞ്ഞിരുന്നോ അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഗോപൻ സ്വാമിയുടെ വിവാദത്തെ തുടർന്ന് രാസപരിശോധനയ്ക്ക് അയച്ച റിപ്പോർട്ടിന്റെ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതായത് നമ്മൾ ആ തുടക്കം മുതലേ ആദ്യം മുതലേ നാട്ടുകാർ ഒരുപാട് എതിർത്ത് വന്നു. ഇങ്ങനെ സമാധി ഇങ്ങനെ വേറെ രീതിയിൽ വേണം സംസാരിച്ചത്. പക്ഷെ അത് നമ്മൾ എന്താണോ തുടക്കം മുതൽ ആദ്യം പറഞ്ഞത്, സമാധി സത്യമാണെന്നാണ് ഇപ്പം തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടുകൂടി മനസ്സിലായത്. എല്ലാവർക്കും അത് മനസ്സിലായി. സമാധിയായിരുന്നു എന്നത് സത്യമാണ്. നമ്മൾ പറഞ്ഞതുപോലെ എങ്ങനെയാണോ അത് തന്നെയാണ് സംഭവിച്ചത്. 3 രാസപരിശോധനാ ഫലങ്ങൾക്ക് വേണ്ടിയുള്ള റിപ്പോർട്ടാണ് നെയ്യാറ്റിൻകര പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. 1 വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ, 2 ഭസ്മത്തിൻ്റെ അംശമുണ്ടോ, 3 മറ്റ് രോഗങ്ങളാലാണോ മരണപ്പെട്ടത്. രാസപരിശോധനയ്ക്കായി 3 ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് പോലീസ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. ഈ പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നെങ്കിലും എനിക്ക് എൻ്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. അപ്പൊ ഒരുപാട് സമാധി സ്ഥലത്ത് അവർ പോയിട്ടുണ്ട്, എന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. മരുത്തോമലയിൽ ഞാൻ 2 പ്രാവശ്യം അവിടുത്തെ ഗുഹയില് അവിടെ ഞാൻ അതിനകത്ത് ശിവലിംഗം ഇരിക്കുന്നിടത്ത് പോയി ധ്യാനം എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ച് പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെ ഇനിയും മേളിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ നാടും ഈ ലോകവും ഭഗവാന്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തിൽ ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്നും വിശ്വാസം കൊണ്ട് ഞാൻ ഭഗവാനുമായിട്ട് ഓം നമഃശിവായ. എത്രയും വേഗം പരിശോധനയുടെ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ റിപ്പോർട്ട് ലഭിക്കുന്നതോടുകൂടി തങ്ങൾ ഈ വിവാദത്തിൽ നിന്നും മുക്തരാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് രാജസേനനും കുടുംബവും ഇപ്പോഴുള്ളത്. ഈ സമാധിയെക്കുറിച്ച് ഒട്ടേറെ വിവാദങ്ങളുണ്ടെങ്കിലും അതെല്ലാം കള്ളമാണ് എന്നാണ് രാജസേനൻ പറയുന്നത്. നെയ്യാറ്റിൻകര പോലീസ് സമർപ്പിച്ചിട്ടുള്ള രാസപരിശോധനയുടെ റിപ്പോർട്ട് എത്രയും വേഗം ലഭിക്കുന്നതിനായി പോലീസ് വീണ്ടും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫലം വേഗത്തിൽ ലഭിക്കുമെന്നാണ് പോലീസും അറിയിച്ചിട്ടുള്ളത്.